നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും സൈബർ തട്ടിപ്പിന്റെ പുതിയ മുഖം. ചലാൻ എന്ന പേരിൽ വ്യാജ സന്ദേശങ്ങൾ അയച്ച് വാഹന ഉടമകളെ ലക്ഷ്യമിടുകയാണ് പുതിയ തട്ടിപ്പു സംഘങ്ങൾ. ട്രാഫിക് നിയമലംഘനത്തിന് പിഴ ചുമത്തിയെന്നും ഉടൻ ഫൈൻ അടച്ചില്ല എങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും പറഞ്ഞാണ് വാട്സപ്പിലും SMS-ലുമായി സന്ദേശങ്ങൾ എത്തുന്നത്. എന്നാൽ ഈ സന്ദേശങ്ങളിലെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം വരെ നഷ്ടമാകുവാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഔദ്യോഗിക ചലാൻ സന്ദേശങ്ങൾക്ക് സമാനമായ രീതിയിലാണ് തട്ടിപ്പുകാർ വ്യാജ ലിങ്കുകൾ അയക്കുന്നത്. ചില സന്ദേശങ്ങളിൽ പിഴ അടയ്ക്കുവാൻ ലിങ്കും ചിലതിൽ APK ഫയൽ ഡൗൺലോഡ് ചെയ്യുവാനുള്ള നിർദ്ദേശവും ഉണ്ടാകും. ഇവയിൽ ക്ലിക്ക് ചെയ്യുകയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്താൽ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പുകാരുടെ കൈകളിലെത്തുകയും ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തി പണം തട്ടിയെടുക്കുകയും ചെയ്യും. അതിനാൽ ചലാൻ പരിശോധനയോ പിഴ അടയ്ക്കുവാനോ ഔദ്യോഗിക വെബ്സൈറ്റുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. വാട്സാപ്പ് വഴി ലഭിക്കുന്ന ലിങ്കുകളോ അപരിചിത ആപ്പുകളോ ഒരിക്കലും വിശ്വസിക്കരുത്. ഗതാഗത വകുപ്പോ പോലീസോ ഇത്തരത്തിൽ ഡയറക്റ്റ് പേയ്മെന്റ് ലിങ്കുകളോ APK ഫയലുകളോ അയക്കാറില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഇത്തരം തട്ടിപ്പുകളിൽ പണം നഷ്ടമായാൽ സമയം കളയാതെ 1930 എന്ന ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതി നൽകണം. ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ പരാതി നൽകുന്നത് പണം തിരിച്ചു പിടിക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു.